അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റജബ് മാസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ന് അസ്തമിക്കലോടുകൂടി ഇൻഷാ അല്ലാഹ് റജബ് 1-ാം രാവ് ആവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ രാവ് മുതൽ നമ്മൾ ചൊല്ലേണ്ടുന്നതും മാസം കാണുകയാണെങ്കിൽ നമ്മൾ പറയേണ്ടതും ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഏതായാലും റജബ് മാസത്തിലേക്ക് കടന്നാൽ നമ്മൾ എപ്പോഴും ദുആ ചെയ്യുന്നൊരു പ്രാർത്ഥനയുണ്ട്. എന്താണ് ദുആ ചെയ്യുക? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ വവഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽഖിയാമി വതിലാവത്തിൽ ഖുർആൻ. നമ്മൾ റജബ് 1 മുതൽ അല്ലെങ്കിൽ റജബ് 1-ന്റെ രാവ് മുതൽ നമ്മൾ അള്ളാഹിനോട് എപ്പോഴും നമസ്കാരങ്ങൾക്ക് ശേഷവും അല്ലാത്ത സമയങ്ങളിലും ഒരുപാട് പ്രാവശ്യങ്ങളായി അള്ളാഹുവിനോട് പറയേണ്ടതാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ. പടച്ചവനെ, എന്നിലേക്ക് സമാഗതമായിരിക്കുന്നതായ റജബ് മാസത്തിലും ഇനി വരാൻ പോകുന്ന ശഅബാൻ മാസത്തിലും നീ എൻ്റെ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. എൻ്റെ ജീവിതത്തിന്റെ ഓരോ സമയങ്ങളിലും എൻ്റെ പ്രവർത്തനങ്ങളിലും എൻ്റെ മേഖലകളിലുമെല്ലാം നീ എനിക്ക് ബറക്കത്ത് ഏറ്റു തരണേ അല്ലാഹ്. വബല്ലിഗ്നാ റമളാൻ. മാത്രവുമല്ല, ശറഫാക്കപ്പെട്ട ഷഹ്റു റമളാനിലേക്ക് നീ എന്നെ എത്തിക്കണേ റഹ്മാനെ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മനുഷ്യനെ ഏറ്റവും അർത്ഥവത്തായ അല്ലെങ്കിൽ അവന് ഏറ്റവും ബഹുമാനസ്പദസ്കരം കാണുന്നതായ ഒരു മാസമാണ് റമദാൻ മാസം എന്ന് പറയുന്നത്. ആ മാസത്തെ വരവേൽക്കാൻ കൊതിക്കുന്നവരാണ്. ആ മാസം കഴിഞ്ഞു പോകുന്ന സമയങ്ങളിൽ സങ്കടപ്പെട്ടിരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. റമദാൻ കഴിഞ്ഞ് പെരുന്നാളാകുമ്പോൾ നമ്മളൊക്കെ ആർത്തുല്ലസിക്കുമ്പോൾ എൻ്റെ റമദാൻ എന്നെ വിട്ടുപിരിഞ്ഞല്ലോ എന്നോർത്ത് പൊട്ടിക്കരയുന്ന മഹാന്മാരുണ്ടായിരുന്നു. അവസാന ഖുതുബയിലൊക്കെ സലാം പറയുന്ന സമയത്ത് നമ്മളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഖുതുബ ഓതുന്ന സമയത്ത് അവർ നിങ്ങൾ സലാം പറയുമ്പോൾ അസ്സലാമു അലൈക്കും യാ ഷഹ്റ റമദാൻ എന്ന് പറയാൻ ഇങ്ങനെ തുടങ്ങുമ്പോൾ മുന്നിലിരിക്കുന്നതായ സദസ്സിലിരിക്കുന്നതായ ഖുതുബ കേൾക്കുന്നവരായ ഒരുപാട് മുഅ്മിനീങ്ങള് കണ്ണീരൊലിപ്പിച്ച് പൊട്ടിക്കരയുന്നത് കാണാം. കാരണം അത്രയും മഹത്വമുള്ളൊരു മാസമാണ് റമദാൻ മാസം എന്ന് പറയുന്നത്. ആ റമദാനിനെ സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന 2 മാസമാണ് പരിശുദ്ധമായ റജബ് മാസവും ശഅബാൻ മാസവും. ഈ 2 മാസങ്ങൾ നമ്മൾ മുതലാക്കണം. കാരണം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. റജബുൻ ഷഹറുല്ലാഹ് വശഅബാനു ഷഹ്രി വറമദാനു ഷഹ്രി ഉമ്മത്തി. റജബുൻ ഷഹറുല്ലാഹ്. റജബ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മാസമാണ്. ഈ മാസത്തെ ഗൗനിക്കാത്ത ഒരാൾ ശഅബാനിലും റമദാനിലും ഒരുമിച്ച് കൂടിയിട്ടും കാര്യമില്ല എന്നർത്ഥം. കാരണം അള്ളാഹ്ക്ക് കൊടുക്കാതെ, അള്ളാഹുവിന്റെ എന്റെ മാസം എന്ന് പറഞ്ഞ മാസത്തെ പരിഗണിക്കാതെ, അതിനൊരു സ്ഥാനവും കൊടുക്കാതെ ഞാൻ റമദാനിൽ നന്നാവാം എന്ന് കരുതിയിട്ട് ഒരാൾ നടന്നാൽ അവൻ അള്ളാഹു നന്നാക്കില്ല. അതിനൊരു സ്ഥാനവുമില്ല, അവൻ പിറകോട്ടാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മിലേക്ക് വരുന്ന ഈ റജബ് മാസം അതിന് നമ്മൾ മുതലാക്കണം. അതിൽ നമ്മൾ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യണം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ്. അള്ളാഹു തന്റെ 2 കരങ്ങളും നീട്ടിക്കൊണ്ട് നമ്മളെ കാത്തിരിക്കുകയാണ്. നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ പാപമോചനത്തിന്റെയും മഗ്ഫിറത്തിന്റെയും ഇബാദത്തുകൾ അധികരിപ്പിക്കുന്നതിന്റെയും ഒക്കെ ഒരു മാസമാണിത്. ആ മാസത്തിൽ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ടുന്ന പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. എന്തുകൊണ്ടാണ് റജബ് ഷഹറുല്ലാഹ് അള്ളാന്റെ മാസം എന്ന് പറഞ്ഞതെന്ന് അറിയുമോ? ഈ റജബ് മാസത്തിൽ ഒരുപാട് പാപമോചനങ്ങൾ അള്ളാഹു നമുക്ക് നൽകുന്നുണ്ട്. നമ്മൾ തയ്യാറാവണം പടച്ച റബ്ബിനോട് പറയാൻ. എങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ടു തരാൻ അള്ളാഹു തയ്യാറായി നിൽക്കുകയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ രാവ് മുതൽ അങ്ങോട്ട് അള്ളാഹുവിലേക്ക് നന്നായി അടുക്കുക. അള്ളാഹുവിനോട് തന്റെ സങ്കടങ്ങളൊക്കെയും ബോധിപ്പിക്കുക. അള്ളാഹുവിലേക്ക് കൂടുതൽ ഇബാദത്തുകൾ അധികരിപ്പിക്കുക. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.